ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇന്ന് ചായക്ക് കടിക്ക് ഗോതമ്പ് ദോശ ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക, ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിനിടയിൽ ഞാൻ അങ്ങനെ വെറുതെ നിൽക്കില്ല. അപ്പോൾ ഞാൻ എന്നാൽ ചിരങ്ങ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഓലം വയ്ക്കാൻ വേണ്ടിയിട്ട് നുറുക്കി വയ്ക്കാൻ എഴുതിട്ടോ. അപ്പോൾ എന്താ പറയുക, ചോറ് ഇത് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചോറും ചായയുടെ വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ മുറ്റത്ത് ഉണ്ടാക്കും കേട്ടോ. പിന്നെ വിറകും കുറച്ച് കുറവാണ്. അപ്പോൾ എന്താ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം വിറക് കഴിയില്ല. അപ്പോൾ ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കും. ബാക്കിയുള്ള പണികളൊക്കെ എന്താ പറയുക ഗ്യാസിൽ ചെയ്യലാട്ടോ. അപ്പോൾ എന്താ പറയുക, ചിരങ്ങ ഓലം വെക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ആശുപത്രിക്ക് കൊടുത്തേക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട്. അപ്പോൾ അനിയത്തി ഒരു കാര്യം പറയാൻ മറന്നു, അനിയത്തി പ്രസവിച്ചിട്ടോ, ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള ചോറ് നാട് കൊടുത്തയച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്യാൻറ്റീനിലത്തെ ചോറ് പറ്റില്ല കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് ചോറ് അവിടെ കിട്ടും. പിന്നെ ഒരാൾക്കുള്ള ചോറേ കിട്ടുള്ളൂ, പ്രസവിച്ചെടുക്കുന്ന ആൾക്ക് മാത്രം. പിന്നെ നോക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ എന്തായാലും ഇവിടെ ഏട്ടൻ രാവിലെ പോകുമല്ലോ. പിന്നെ കയ്യിൽ കൊടുത്തയച്ചാൽ പിന്നെ അവർക്ക് തിന്നാലോ, വീട്ടിലത്തെ ചോറ് കഴിക്കാലോ വിചാരിച്ചിട്ട്. പിന്നെ കറികളൊക്കെ മോശമാട്ടോ. കാരണം ചിരങ്ങ താളിച്ചത്, പിന്നെ അതേപോലെ കാബേജ്, പിന്നെ ക്യാരറ്റ് ഉപ്പേരി, പിന്നെ ചെമ്മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തലേദിവസം നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അമ്മ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കും കേട്ടോ. ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചമ്മന്തി ഇട്ട് മുളക് ചുട്ടിട്ട് ഉള്ളി നല്ലോണം വാട്ടിയെടുക്കും, ചിഞ്ചട്ടി ഇട്ടിട്ട്. എന്നിട്ട് അമ്മി വിട്ടിട്ട് അരയ്ക്കും കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തി. അപ്പോൾ ഓന് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഞാൻ ആദ്യം കൊടുത്ത് അവരവിടെ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ദോശ ഉണ്ടാക്കുന്ന ഇടയിൽ പിന്നെ കറിക്കൊക്കെ നുറുക്കി കറിയായി. പിന്നെ അതേപോലെ ഉപ്പേരി, ഞാൻ ഉപ്പേരിക്ക് ക്യാരറ്റ് ഉണ്ടായിരുന്നു, 3 ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്താ പറയുക, ചെമ്മീനൊക്കെ നന്നാക്കി കഴുകി അതിന് മസാലയൊക്കെ ഇട്ടുവെച്ചിട്ടു. കാരണം ഒന്ന് പിടിച്ചോട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടോ. അതൊക്കെ കുഴച്ച് വെച്ചുകൊണ്ട് ഞാൻ ചാടിക്കാൻ നിന്നിട്ടോ. കാരണം നേരം കുറച്ച് വൈകിട്ടോ. അപ്പോൾ ഈ മീൻ അടുപ്പത്തിട്ടിട്ട് ഞാൻ ചാടിക്കാൻ നിന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ചാടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മീൻ വറുക്കൽ നടക്കില്ല. കാരണം ഏട്ടൻ പോകുമ്പോഴേക്കും ഇതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ചായയും കുടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാട്ടോ. ഇത് അതിൻ്റെ മുകൾക്കൂടി ദോശേൻ്റെ മുകൾക്കൂടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കും, തളിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യൽ. അപ്പോൾ അങ്ങനെ ചെമ്മീൻ അത് അടുപ്പത്ത് കിടന്ന് അങ്ങനെ വെന്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചെമ്മീൻ നല്ലതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് ഞാൻ അതൊന്ന് വാങ്ങി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാള ഇട്ട് നല്ലതുപോലെ എണ്ണയിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും ചെറുതൊന്നും കൂടി അന്ന് അടച്ചിട്ട് നല്ല വേവിച്ചെടുക്കും, ഉപ്പൊക്കെ ഇട്ട്. എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ച് പെരിഞ്ചീരകം കൂടി ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കും. ഇത് നല്ലൊന്നും കൂടി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഈ പൊരിച്ച ഇതുണ്ടൊക്കെ മീൻ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മസാല ഇട്ട് കൊടുക്കും. അപ്പോൾ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറയുക, എരിവ് അധികം ഇട്ടില്ല. കാരണം മുളകിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു സ്പൂണ് മുളക് പൊടി, ഒരു അര സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടച്ചിട്ട് നല്ല വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് പൊരിച്ചതാകൊണ്ട് അധികം ഒന്നും അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം ഒന്നുകൂടി പറ്റിയിട്ട് കുറുന്നനാവണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വാങ്ങാൻ നേരത്ത് കുറച്ച് എന്താ പറയുക കരിവേപ്പില എടുത്തിട്ട് വാങ്ങി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ അമ്മക്ക് അധികം ഇഷ്ടമാണ് റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സോനു പിന്നെ തീരെ സോനു ചെമ്മീൻ കഴിക്കും. അപ്പോൾ ഞാനും ഏട്ടൻ മാത്രമേ ചെമ്മീൻ കഴിക്കുള്ളൂ, അമ്മയും കഴിക്കില്ല. അപ്പോൾ എന്നാൽ കുറച്ച് ചെമ്മീൻ ഞങ്ങൾ കൊടുത്തിട്ട് ബാക്കിയൊക്കെ കൊടുത്തേക്കാനായിട്ട് കിട്ടും. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് കഴിഞ്ഞിട്ട് ചായ അടിക്കലും കഴിഞ്ഞിട്ട്. കാരണം ചായ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പണികൾ അവിടെ കിടക്കില്ല. അപ്പോൾ ചായ അടിക്കലും എല്ലാം കൂടി കഴിഞ്ഞിട്ടപ്പോൾ ചോറ് ഞാൻ 2 നേരത്തേക്കുള്ള ചോറ് കൊടുത്തത്. പിന്നെ കറി ഓല വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഓർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓലം വെച്ച കറി. അപ്പോൾ പിന്നെ ചെമ്മീൻ റോസ്റ്റും ഉണ്ടല്ലോ, അപ്പോൾ അത് മതിയല്ലോ എന്ന് കരുതി. പിന്നെ 2 ദിവസം കൊടുത്തേക്കണ്ട കേട്ടോ. മൂന്നാമത്തെ ദിവസം പോരാട്ടോ വീട്ടിലേക്ക്.
അപ്പോൾ ഞാൻ എന്താ പറയുക നമുക്ക് ഇനി കവറിലാക്കട്ടെ കേട്ടോ. കൈ കൊണ്ട് ഹായ് പറഞ്ഞ, കൈ കെട്ടിരിക്കാനല്ല, ഇങ്ങനെ അടി കൊടുക്ക, ഇങ്ങനെ കട്ടണല്ല, ടാറ്റ കൊടുത്ത. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേക്കാം, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേക്കാം. നിങ്ങൾക്കൊക്കെ സുഖമാണോ ചോദിച്ചേക്കാം. നിങ്ങൾക്കൊക്കെ സുഖമാണോ ചോദിച്ചേക്കാം. ഒന്നേ പറഞ്ഞെടുത്ത, രണ്ടേ പറഞ്ഞെടുത്ത. അമ്പാടി പഠിക്കൽ തുടങ്ങിട്ടോ, അമ്പാടി പഠിക്കൽ തുടങ്ങി ഏട്ടൻ്റെ കൂടെ എല്ലാം. അമ്പാടിയെ എന്താ പറയണേ, എന്താ പറഞ്ഞേ? കുപ്പായം കാണിച്ചെടുത്താ, കുട്ടിയുടെ കുപ്പായം. എടാ കുട്ടിയുടെ കുപ്പായം, എടാ മാല, മാല മാല, അമ്പാടിയുടെ മാല എവിടെ? അമ്പാടിയുടെ മാല ഉണ്ട് കേട്ടോ. അമ്പാടിയുടെ മാല എവിടെ? അമ്പാടിയെ, അമ്പാടിയുടെ മാല എവിടെ? ടാറ്റ കൊടുത്താ, ടാറ്റാറിനോ. ചായ കുടിച്ചോ ചോദിച്ചോക്കാം, ചായ കുടിച്ചോ ചോദിച്ചോക്കാം. ഇത് ചായ കുടിച്ചോ? പാപ്പ് തിന്നോ? അപ്പം തിന്നോ? ദോശ തിന്നോ? പേ ഒന്ന് പറഞ്ഞ, അപ്പം പറഞ്ഞ, പാ. എന്താ ശരിയല്ലേ അമ്പാടിയെ? കുറച്ച് തുണികളൊക്കെ തിരുമ്പിടാൻ അതൊക്കെ ഒന്ന് വെയിലത്തിരിക്കണം. പിന്നെ കുറെ പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി രാവിലെ ചോറ് പിന്നെ തിരുമ്പാനുണ്ട് കുറച്ച്. രാവിലെ ചോറ് നേരത്തായിട്ടോ, നേരത്തെ. അതാരാ? അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് കുട്ടീനെ കാണാൻ പോകാൻ പറ്റില്ല. കുട്ടീനെ ഞങ്ങൾ വീഡിയോ കോളിൽ കണ്ടു കേട്ടോ. കാരണം അവിടേക്ക് എന്താ പറയുക, കാണാൻ പോയാലും അത് കയറാൻ സമ്മതിക്കില്ല, ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ അനിയത്തിൻ്റെ കൂടെ നിൽക്കുന്ന മേമ കേട്ടോ. അപ്പോൾ ഇനി അവർ പോകണമെന്ന് നമ്മൾ പോയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം താഴത്തേക്ക് വല്ലാതെ കുട്ടീനെ ഇറക്കി കൊണ്ടാകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം എന്താ പറയുക, പോയിട്ട് കാണാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ അങ്ങനെ എന്താ പറയുക, താഴത്തേക്ക് കുട്ടീനെ കൊടുന്നിട്ട് തന്നെ സിസ്റ്റർ പറയുന്നുണ്ട് എത്ര വല്ലാതെ കുട്ടികളെ താഴത്തേക്ക് ഇറക്കി കൊണ്ടാൻ പറ്റില്ല എന്നത്. കാരണം ആരും പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒരു വട്ടം ഒന്ന് പോയി കണ്ടിട്ട് വേഗം പോകുന്നത്ര കേട്ടോ. കാരണം അവിടെ ആർക്കും നിൽക്കാനും പറ്റില്ല, കയറാനും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അങ്ങനെ കാണുക ചെയ്യട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഇന്ന് എൻ്റെ കുളിക്കൽ നേരം വൈകിട്ട്. കാരണം അല്ലെങ്കിൽ രാവിലെ കുളിക്കാൻ കുളിച്ചിട്ട് ഞാൻ അടുക്കള കയറില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ അവർക്ക് ചോറൊക്കെ കൊടുത്തേക്കുണ്ട്. കാരണം നേരെ വൈകി വെച്ചിട്ട് വേഗം അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെച്ചിട്ട് പിന്നെ സാവധാനം കുളിക്കാൻ നേരിട്ടോ. അപ്പോൾ എന്താ പറയുക, അഞ്ഞ് റൂമൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചപ്പോൾ കുറേ അമ്പാടി കളിക്കാൻ കൊട്ടയെന്നാണ് വായിച്ചിട്ടുണ്ട് കുറേ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിട്ട് അവിടെ കുറേ ചപ്പും ചോറൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് അടിച്ച് കോരി എടുത്ത് ഒന്ന് തുടച്ചിടണം. കാരണം സിമെൻറ്റ് ഇങ്ങനെ കലക്കി വെച്ചതാണെങ്കിലും പിന്നെ തുടച്ചില്ലെങ്കിൽ ഒരു കാലിൽ അങ്ങനെ സിമെൻറ്റ് പിടിച്ചിട്ട് പൊടി പോലെ കേട്ടോ. അപ്പോൾ അമ്പാടീനെ ഞാൻ അവിടെ ഉറക്കാൻ കിടത്തുന്നു. അപ്പോൾ അമ്പാടി കുറുമ്പ് പിടിച്ച് നീച്ചിട്ടോ. പണികളൊക്കെ ഒരുങ്ങിയപ്പോൾ എന്താ പറയുക, കുറച്ച് റോസ്മേരിയുടെ വെള്ളം ഉണ്ടാക്കാണ്ടായിരുന്നു, അതുപോലെ റോസ്മേരിയുടെ എണ്ണ ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസമായിട്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, എന്നും അതിന് സമയം കിട്ടലില്ല. ഇന്നിപ്പോൾ എന്താ പണികളൊക്കെ നേരത്തെ ഒരുങ്ങിയപ്പോൾ എന്നാൽ അത് ഉണ്ടാക്കി വയ്ക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാനത് ആദ്യം എണ്ണ ഉണ്ടാക്കി, തിളച്ച വെള്ളത്തിന് മുകളിൽ എണ്ണ, ഈ ചെറിയ ഡബ്ബ പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ. അതേപോലെ എന്താ പറയുക, ക്യാരറ്റ് ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചായിരുന്നു ഉപ്പേരിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് അമ്പാടിക്ക് ഞാൻ എണ്ണ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് കൊണ്ട് എണ്ണ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഒന്ന് മൂന്നും ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടേ. അപ്പോൾ അതിന് നന്നാട്ടോ. അപ്പോൾ റോസ്മേരിയുടെ വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി തിളച്ചത് നല്ലതായി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് ക്യാരറ്റ് എണ്ണ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ എന്താ പറയുക, ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് ഒരുമിച്ചാണ് ചെയ്യും. കാരണം എന്താ പറയുക, പിന്നെ അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ എന്താ പറയുക,
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.